Hello everyone, welcome back to my YouTube channel. Today we are going to learn about the basic unit of life, the cell. സെല്ലിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ. അടുത്ത നമുക്ക് ഡെഫിനിഷനിലോട്ട് പോകാം സെല്ലിൻ്റെ. എ സെൽ ഈസ് ദ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസം. അതായത് നമ്മുടെ ജീവൻ്റെ എല്ലാ ഘടകവും സെല്ലാണ്. എല്ലാ ജീവജാലങ്ങളുടെ അടിസ്ഥാന ഘടനയും പ്രവർത്തന ഘടകവും എല്ലാം നമ്മുടെ സെല്ലാണ്. അടുത്ത നമുക്ക് സെൽ തിയറിയിലോട്ട് പോവാം. സെൽ തിയറി എക്സ്പ്ലെയിൻ ദാറ്റ് സെൽ ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആൻഡ് ഓൾ ലിവിങ് ഓർഗാനിസം ആർ മേഡപ്പ് ഓഫ് സെൽസ്. അതായത് സെൽ തിയറി പറയുന്നത് എല്ലാ ജീവികളും സെല്ല് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ജീവൻ്റെ അടിസ്ഥാന ഘടകവും സെല്ലെന്നാണ് പറയുന്നത് ഇവിടെ. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് സെല്ല് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് സ്ട്രക്ചർ ഓഫ് ബോഡി, ദെൻ എക്സ്പ്ലെയിൻ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ, ദെൻ ബേസിസ് ഓഫ് മോഡേൺ ബയോളജി, അതായത് ആധുനിക ജീവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് പറയുന്നത് ഇതിന്. ദെൻ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ടൈപ്പ് ഓഫ് സെൽസ് ആണ്. സെൽസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ് ബേസ്ഡ് ഓൺ ദെയർ സ്ട്രക്ചർ. അതിൻ്റെ ഘടന അനുസരിച്ചിട്ടാണ് സെൽസിനെ നമ്മൾ രണ്ടായിട്ട് ഇവിടെ തരം തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വരുന്ന സെല്ലാണ് പ്രോകാരിയോട്ടിക് സെൽസ്. അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. Prokaryotic cells are simple cell without a true nucleus. The genetic material is freely present in the cytoplasm. ഇവിടെ ന്യൂക്ലിയസ് പ്രസൻ്റ് അല്ല. പ്രോകാരിയോട്ടിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നോ ന്യൂക്ലിയസ് ആണ്, നോ മെംബ്രെയിൻ ആണ്, സ്മോൾ ആൻഡ് സിമ്പിൾ ആണ്, യൂണിസെല്ലുലാർ ആണ്. എക്സാമ്പിൾ ബാക്ടീരിയനാണ് ഇതിന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് യൂക്കാരിയോട്ടിക് സെൽ. യൂക്കാരിയോട്ടിക് സെൽസ് ആർ കോംപ്ലക്സ് സെൽ വിത്ത് എ ട്രൂ ന്യൂക്ലിയസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലി. അതായത് ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് യൂക്കാരിയോട്ടിക് ട്രൂ ന്യൂക്ലിയസ് പ്രസൻ്റ് ആണ്, മെംബ്രെയിൻ ബൗണ്ടറീസ് ഉണ്ട്, ലാർജ് ആൻഡ് കോംപ്ലക്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ സെൽസ്, പ്ലാന്റ് സെൽസിലൊക്കെയാണ് ഇതുള്ളത്. അടുത്ത നമുക്ക് സെൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് നോക്കാം. ബേസിക്കലി 3 മെയിൻ പാർട്ടാണ് സെൽ സ്ട്രക്ചറിനുള്ളത്: സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്. നമുക്ക് സെൽ മെംബ്രെയിൻ എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയും. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് തിൻ ഔട്ടർ കവറിങ് ആണ്. ഇത് മേഡപ്പ് ചെയ്തിരിക്കുന്ന ലിപ്പിഡ് ബൈലെയർ കൊണ്ടാണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ദ സെൽസ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത സൈറ്റോപ്ലാസം ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ജെല്ലി ലൈക്ക് സ്ട്രക്ചറാണിത്. ഇത് ഫ്ലൂയിഡാണ്. നമ്മുടെ സെല്ലിൻ്റെ ഇൻസൈഡാണ് ഇത് കാണപ്പെടുന്നത്. ഇറ്റ്സ് കണ്ടെയ്ൻ ഓർഗനലെ. ഓർഗനലെ എന്താണെന്ന് നമുക്ക് ന്യൂക്ലിയസും കൂടി നോക്കിയിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻ ആണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് എന്താണെന്ന് നോക്കാം. ഇത് ലാർജസ്റ്റ് സെൽ ഓർഗനലെയാണ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് സ്ട്രക്ചറാണ്. പിന്നെ ഇത് DNA കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻ കൺട്രോൾ ദ ഓൾ സെൽ ആക്ടിവിറ്റീസ് ആണ്. പിന്നെ ഗ്രോത്തും റീപ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യുന്നു. അടുത്ത നമുക്ക് സെൽ ഓർഗനലെ എന്താണെന്ന് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ സെല്ലിനുള്ള പ്രത്യേക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഘടകങ്ങളെല്ലാം ഓർഗനലുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ്. മൈറ്റോകോൺട്രിയ ഈസ് ഓൾസോ നോൺ ആസ് പവർ ഹൗസ് ആണ്. ഇത് നമ്മുടെ വൺ വേർഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഓർത്ത് വെച്ചോ കേട്ടോ ഈ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇത് ഡബിൾ മെംബ്രെയിൻ ആണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ATP എനർജി നിർമ്മിക്കുന്നത്. മെയിൻ ഫംഗ്ഷൻ ATP എനർജി നിർമ്മിക്കുന്നത് ഇവിടെയാണ്. നെക്സ്റ്റ് വരുന്നത് റൈബോസോം ആണ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ പാർട്ടിക്കിൾസ് ആണ്. ഇത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോട്ടീൻ സിന്തസിസ് ആണ്. ടിഷ്യൂ റിപ്പയറും ഹീലിങ്ങിനും സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇതിന് 2 ടൈപ്പുകളുണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം ഉണ്ട്. റഫിനകത്താകുമ്പോഴത്തേക്ക് അവിടെ റൈബോസോം ഉണ്ട്, അവിടെ പ്രോട്ടീൻ സിന്തസിസ് ആണ്. സ്മൂത്തിനകത്താകുമ്പോഴത്തേക്ക് നോ റൈബോസോംസ് ആണ്, ഇവിടെ ലിപ്പിഡ് സിന്തസിസ് ആണ്. ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് മെറ്റബോളിസം. അടുത്ത വരുന്നത് നമ്മുടെ ഗോൾജി അപ്പാരറ്റസ് ആണ്. ഇവിടെ മെയിൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കേജിങ് ആൻഡ് സെക്രീഷൻ ഓഫ് പ്രോട്ടീൻസ്. അതായത് നമ്മുടെ പ്രോട്ടീൻസ് പാക്ക് ചെയ്യുകയും പുറത്തോട്ട് അയക്കുന്നതും എല്ലാം ഗോൾജി അപ്പാരറ്റസിൻ്റെ മെയിൻ ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വൺ ഈസ് ലൈസോസോംസ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൂയിസൈഡൽ ബാഗ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മെംബ്രെയിൻ ബൗണ്ട് സാക്കാണ്. മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ, ഡെത്ത് സെൽസിനെ, വേസ്റ്റിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യുക, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക ഒക്കെയാണ്. അടുത്തത് പെറോക്സിസോംസ് ആണ്. ഫങ്ഷൻസ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഡീടോക്സിഫിക്കേഷൻ ആണ്. മെയിൻ ഫംഗ്ഷൻ ലിവറിലാണ് കേട്ടോ. പിന്നെ ബ്രേക്ക് ഡൗൺ ഓഫ് ഹാംഫുൾ സബ്സ്റ്റൻസ്. ഇത് ഇത്രയാണ്. നെക്സ്റ്റ് വൺ ഈസ് സെൻട്രിയോൾസ്. ഇതിൻ്റെ ഫംഗ്ഷൻ ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ഇൻ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. മെയിൻ ആയിട്ടുള്ള 2 ഫംഗ്ഷൻ ഗ്രോത്തും റീപ്രൊഡക്ഷനും ആണ്.
അടുത്ത ലാസ്റ്റ് വൺ വരുന്നത് വാക്യൂൾ ആണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ, ന്യൂട്രിയൻസ്, വേസ്റ്റും കാര്യങ്ങളും എല്ലാം സ്റ്റോറേജ് ചെയ്ത് വെക്കുകയാണ് ഇവരുടെ ഇമ്പോർട്ടൻസ്. നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കായ സെൽ ഡിവിഷൻ കൂടി നോക്കാം. സെൽ ഡിവിഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് എ പാരന്റ് ക്യാൻ ഡിവൈഡ് ഇൻറ്റു 2 or more ഡോട്ടർ സെൽസ്. പാരന്റ് സെൽസ് വിഭജിച്ച് പുതിയ സെൽസ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ പറയുന്നത് സെൽ ഡിവിഷൻ എന്നത്. നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് ഓഫ് സെൽ ഡിവിഷൻ നോക്കാം. ഫസ്റ്റ് 2 എണ്ണമാണ് ഉള്ളത്. മൈറ്റോസിസും ഉണ്ട്, മിയോസിസും ഉണ്ട്. മൈറ്റോസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരേപോലെയുള്ള 2 സെല്ലുകൾ ഉണ്ടാക്കുന്ന സെൽ വിഭജനത്തിനെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഇതിന് ഒരു 5 ഫേസുകളുണ്ട്. ഫസ്റ്റ് വരുന്ന ഫേസ് പ്രോ ഫേസ് ആണ്. ഇവിടെ ക്രോമസോം ബിക്കം വിസിബിൾ ആകും, പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസപ്പിയർ ആയി പോകും. ദ നെക്സ്റ്റ് ഫേസ് ഇസ് മെറ്റാഫേസ്. ഇവിടെ ക്രോമസോം അലൈൻ ഇൻ സെൻറ്റർ, ക്രോമസോം നടുക്കോട്ട് നീങ്ങുന്നു. ദ നെക്സ്റ്റ് വൺ അനാഫേസ്. ഇവിടെ ക്രോമസോം സെപ്പറേറ്റ് ആവുന്നു. അടുത്ത വരുന്ന ഫേസ് ടെലോഫേസ്. ഇവിടെ 2 ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. സൈറ്റോകൈനസ് ലാസ്റ്റ് ആണ്. സൈറ്റോപ്ലാസം ഡിവൈഡ് ആയിട്ട് 2 സെൽസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഫേസുകളാണ് ഉള്ളത് കേട്ടോ. നമുക്ക് മൈറ്റോസിസിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഗ്രോത്ത് ഓഫ് ബോഡി, വൂണ്ട് ഹീലിംഗ്, ടിഷ്യൂ റിപ്പയർ ഒക്കെയാണ്. അടുത്ത മിയോസിസ് നോക്കാം. മിയോസിസ് പ്രൊഡ്യൂസ് 4 നോൺ ഐഡൻറ്റിക്കൽ ഡോട്ടർ സെൽസ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് റീപ്രൊഡക്റ്റീവ് ഓർഗനിലാണ് സംഭവിക്കുന്നത്. ഇത് സ്പേമും ഓവവും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 ഫങ്ഷൻസ്. അപ്പോൾ ഇത് ഇത്രയാണ് സെല്ലിനെ പറ്റിയിട്ട്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഓവറായിട്ട് എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒന്നും തന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഓൾ.